യേശുവിൽ പ്രിയപ്പെട്ടവരെ, ശാരീരിക ജീവൻ നിലനിർത്താൻ നമുക്ക് ഭക്ഷണപാനീയങ്ങൾ അത്യാവശ്യമാണല്ലോ. ഭക്ഷിക്കാതെയും പാനം ചെയ്യാതെയും ഏതാനും ദിവസങ്ങൾ ജീവിക്കാൻ സാധിച്ചെന്ന് വരാം. പക്ഷേ പിന്നീട് നമ്മൾ തളർന്നു പോകും, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. അതുപോലെ തന്നെയാണ് ആത്മീയ ജീവൻ നിലനിർത്തണമെങ്കിൽ യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യണമെന്ന് ഈശോ തന്നെ നമ്മളോട് പറയുന്നു. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് നിത്യജീവൻ ഉണ്ടാവില്ല. ഭക്ഷിക്കാതെയും പാനം ചെയ്യാതെയും ഇരിക്കുമ്പോൾ ശരീരത്തിന് വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടാകാറുണ്ട്. ആത്മീയ ഭക്ഷണമായ വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കാതെ വരുമ്പോൾ നമുക്ക് ആ ഒരു വിശപ്പും ദാഹവും തോന്നുന്നുണ്ടോ ഇല്ലയോ? തോന്നുന്നില്ലെങ്കിൽ അത്രയ്ക്കും നമ്മൾ ഈശോയോട് ചേർന്നിട്ടില്ല, ഈശോയെ നമ്മൾ സ്വന്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ സ്വന്തമാക്കുന്നവർക്ക് ഈശോയെ കൂടാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടാവും. ഈശോ തന്നെ നമ്മളോട് യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവിടുത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന്. ആ ഒരു അനുഭവം ഉണ്ടായി യേശുവിനെ എപ്പോഴും സ്വീകരിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകട്ടെ. അതിന് തടസ്സമായി നിൽക്കുന്ന പാപമാലിന്യങ്ങൾ, സ്നേഹക്കുറവ്, അശുദ്ധി, ക്ഷമിക്കാത്ത അവസ്ഥയൊക്കെ നമ്മളിൽ നിന്ന് നീക്കം ചെയ്യാനും അങ്ങനെ ഈശോയെ സ്വന്തമാക്കാനും നമുക്ക് സാധിക്കട്ടെ. ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.